Hello everyone. ഞാൻ കുറച്ച് ദിവസം മുന്നേ നമ്മുടെ NIT കാലിക്കറ്റിന്റെ ക്യാമ്പസിനെ കുറിച്ചും അവിടെയുള്ള ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടൊരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ ആ വീഡിയോയുടെ താഴെ ഒരുപാട് ആളുകൾ വീണ്ടും NITയിലെ ക്യാമ്പസ് പ്ലേസ്മെന്റിനെ കുറിച്ച് പറയണം, അവിടുത്തെ ഹോസ്റ്റൽസ്, ക്ലാസ് റൂംസ്, അക്കാഡമിക് സ്ട്രക്ചർ, ഇങ്ങനെയുള്ള പല കാര്യങ്ങളെ കുറിച്ച് പറയണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് കമന്റ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നീട് ചെയ്യാൻ വേണ്ടത്ര ടൈം കിട്ടിയില്ല. പക്ഷെ എനിക്ക് തോന്നി ഈ ഒരു സമയം അതിന് ആപ്റ്റ് ആണ്. കാരണം അഡ്മിഷൻസും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. JEE റിസൾട്ടിന്റെ ബേസ് ചെയ്തുകൊണ്ട് എവിടെ പോകണം, NITയിലും IITയിലും ഒക്കെ ആ കാര്യങ്ങളൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ഈ സമയത്താണ് പ്രോപ്പർ ആയിട്ട് ക്യാമ്പസിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് പറയേണ്ട ഒരു വീഡിയോ ചെയ്യേണ്ടതെന്ന് തോന്നി. അതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ ഈ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. ഇനി ഇതിന്റെ ആദ്യത്തെ ഒരു വീഡിയോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ജനറലി എന്തൊക്കെയാണ് ക്യാമ്പസിലുള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ള ജനറലി കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടുള്ള ഒരു വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട്. അത് കാണാത്ത ആളുകൾക്ക് വേണമെങ്കിൽ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഒരു ഐ ബട്ടൺ ആയിട്ട് കൊടുക്കാം, നിങ്ങൾക്ക് മുകളിൽ കാണാൻ പറ്റും. അപ്പോൾ അത് ഈ ഒരു വീഡിയോയ്ക്ക് ശേഷം അല്ലെങ്കിൽ അതിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ ഒരു കൺവീനിയൻസ് അനുസരിച്ചിട്ട് അത് കാണാം. അതിൽ ജനറലി ഉള്ള കാര്യങ്ങളാണ് പറയുന്നത്, മൊത്തത്തിൽ ഒരു ഓൾ ഓവർ സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് NIT കാലിക്കറ്റിലെ ഹോസ്റ്റൽ ഫെസിലിറ്റീസിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഞാൻ അവിടെ പഠിക്കുന്നത് ഏകദേശം ഒരു 2016 2016 മുതൽ 2020 വരെയുള്ള ഒരു 4 years ആണ് ബിടെക് ചെയ്യുന്നത്. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആയിരുന്നു. അപ്പോൾ 2016 ഒരു സിറ്റുവേഷനിൽ നിന്നൊക്കെ ഇപ്പോൾ ഒരുപാട് മാറിയിട്ടുണ്ട്. ഞാൻ അവിടെ ജോയിൻ ചെയ്യുന്ന സമയത്ത് ഏകദേശം ഒരു, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 11 ഹോസ്റ്റൽസ് ആണ് ഉണ്ടായിരുന്നത്. നമുക്ക് ബോയ്സിനും ഗേൾസിനും അങ്ങനെ എല്ലാവർക്കും കൂടി വേണ്ടിയിട്ട്, ഞാൻ പറഞ്ഞ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് തന്നെ 11 ഹോസ്റ്റൽസ് ആണ് ഉണ്ടായിരുന്നത്. ഇന്നത് ഏകദേശം ഒരു 14 ഹോസ്റ്റൽസ് ആയിട്ട് മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ പോകുന്ന ശേഷം 3 ഹോസ്റ്റൽസ് എക്സ്ട്രാ വന്നു. അത് സിമ്പിൾ ഹോസ്റ്റൽസ് അല്ലെങ്കിൽ വളരെ സ്മോൾ സ്ട്രക്ചേഴ്സ് എന്നല്ല, വളരെ വലിയ, എനിക്ക് തോന്നുന്നു ഇപ്പോൾ അവിടെ ഉള്ളതിൽ വെച്ച് ഏറ്റവും വലിയ അതിന്റെ സ്ട്രക്ചർ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗൂഗിളിലൊക്കെ ഫോട്ടോസ് കാണാൻ പറ്റും. ഒരു ഏരിയൽ ബി നോക്കുകയാണെങ്കിൽ ഒരു ബട്ടർഫ്ലൈ ഷേപ്പിലൊക്കെ വളരെ വലിയ ഹോസ്റ്റൽസ് 3 കൂടെ അതിലോട്ട് എക്സ്ട്രാ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നെയിം ഇങ്ങനെ A മുതൽ G വരെ ഉണ്ട്. പിന്നെ PG1, PG2, പിന്നെ എനിക്ക് തോന്നുന്നു ലേഡീസ് ഹോസ്റ്റൽ ഉണ്ട്. അതുപോലെ തന്നെ മെഗാ ഹോസ്റ്റൽ 1, മെഗാ ഹോസ്റ്റൽ 2, MBA ഹോസ്റ്റൽ, ഇന്റർനാഷണൽ ഹോസ്റ്റൽ, അങ്ങനെ പറഞ്ഞുകൊണ്ടുള്ള ഒരു 14ഓളം ഹോസ്റ്റലുകൾ ഇപ്പോൾ ഉണ്ട്. ഈ 14 ഹോസ്റ്റൽസിലൂടെ ആകെ ഏകദേശം 6000ഓളം സ്റ്റുഡൻസിനെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. 6000 സ്റ്റുഡൻസിന്. ഇപ്പോൾ ബാക്കിയുള്ള ഫാക്കൽറ്റീസിനും ബാക്കിയുള്ളവർക്കൊക്കെ വേറെ അപ്പാർട്ട്മെന്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, അതൊക്കെ ഇതിന്റെ പുറമേ ഉള്ളതാണ്. പക്ഷെ ഇത് സ്റ്റുഡൻസിന് വേണ്ടി മാത്രമുള്ളതാണ്. അപ്പോൾ 6000ഓളം സ്റ്റുഡൻസിനെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഫെസിലിറ്റി അവിടെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ കോളേജിന്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ, ഇപ്പൊ NIT കാലിക്കറ്റിൽ പഠിക്കുന്ന എല്ലാ സ്റ്റുഡൻസിനും, അത് BTech, MTech, അതുപോലെ തന്നെ MSc കോഴ്സുകളുണ്ട്, പിന്നെ അതുപോലെ PhD ചെയ്യുന്ന ആളുകളുണ്ട്, MBA ചെയ്യുന്നവരുണ്ട്, അങ്ങനെ ഒരുപാട് കോഴ്സുകളുണ്ട്. ആ കോഴ്സിൽ പഠിക്കുന്ന കംപ്ലീറ്റ് സ്റ്റുഡൻസിനും അവിടെ അക്കോമഡേഷൻ കൊടുക്കും, ഹോസ്റ്റൽ ഫെസിലിറ്റീസ് കൊടുക്കും എന്നുള്ളതാണ്. പുറമെ ഫാക്കൽറ്റീസിനും നോൺ ടീച്ചിങ് സ്റ്റാഫിനും ലാബിലെ സ്റ്റാഫിനും അവർക്കൊക്കെ എന്തുണ്ട്, ഇതുപോലെ അക്കോമഡേഷൻ ഫെസിലിറ്റീസ് ഉണ്ട്. അപ്പോൾ നമ്മളൊരു ക്യാമ്പസിൽ എത്തുന്ന സമയത്ത് നിങ്ങൾക്കറിയാം അവിടെ എല്ലാ നാട്ടിൽ നിന്നുള്ള ആളുകളും ഉണ്ടാവും. അപ്പോൾ നമ്മൾ കേരളത്തിലുള്ള സ്റ്റുഡൻസ് മാത്രമല്ല, വളരെ കുറച്ച് സ്റ്റുഡൻസേ ഉള്ളൂ. ബാക്കി പല സംസ്ഥാനങ്ങളിലുള്ള സ്റ്റുഡൻസും ഇന്റർനാഷണലി ഉള്ള മറ്റു രാജ്യങ്ങളിലെ സ്റ്റുഡൻസും ഒക്കെ ഉണ്ടാവും. അപ്പോൾ എല്ലാവർക്കും കംപ്ലീറ്റ്ലി ക്യാമ്പസിൽ അക്കോമഡേഷൻ കൊടുക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. അപ്പോൾ നമ്മൾ പല ക്യാമ്പസുകൾ എടുത്ത് നോക്കുമ്പോഴും നമുക്കറിയാം പല ക്യാമ്പസുകളുടെയും കോളേജിന്റെ ഹോസ്റ്റൽസ് അവൈലബിൾ ആയിരിക്കില്ല. ഇനി ഹോസ്റ്റൽസ് ഉണ്ടെങ്കിൽ തന്നെ അതിന്റെ ക്വാളിറ്റി ഇഷ്യൂസ് അല്ലെങ്കിൽ അവിടുത്തെ ഫെസിലിറ്റി ഇഷ്യൂസ് ഒക്കെ ഭയങ്കരമായിട്ട് ഉണ്ടാവും. പക്ഷേ ഇവിടെ വളരെ ഹൈ സ്റ്റാൻഡേർഡിലുള്ള ഹോസ്റ്റൽസും അവിടുത്തെ എല്ലാ ഫെസിലിറ്റീസും ഫുൾ സ്റ്റുഡൻസിന് കൊടുക്കും എന്നുള്ളത് ഈ ഒരു അഡ്വാൻറ്റേജ് തന്നെയാണ്. അപ്പോൾ ഞാൻ എൻ്റെ ഒരു ഹിസ്റ്ററി പറയാം, അല്ലെങ്കിൽ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തുള്ള കാര്യങ്ങൾ. ഇപ്പോൾ ഞാൻ അവിടെ ഫസ്റ്റ് ഇയർ ജോയിൻ ചെയ്ത സമയത്ത് അതുവരെ ഞാൻ എവിടെയും ഹോസ്റ്റലിൽ താമസിച്ചിട്ടില്ല. +1 +2 പഠിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ അതിന് മുന്നേ ഹൈസ്കൂൾ സമയത്തോ ഒന്നും എവിടെയും ബോർഡിംഗ് സ്കൂളുകളിലോ അല്ലെങ്കിൽ അങ്ങനെ ഹോസ്റ്റൽ ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. അപ്പോൾ ആദ്യമായിട്ടാണ് കോളേജിൽ ഫസ്റ്റ് ഇയർ ചെല്ലുമ്പോഴാണ് ഹോസ്റ്റൽ എന്ന് പറയുന്നത് അല്ലെങ്കിൽ അങ്ങനെ സിസ്റ്റത്തിലോട്ട് ആദ്യമായിട്ട് പോകുന്നത്. ഒരുപാട് ആശങ്കകളൊക്കെ ഉണ്ടായിരുന്നു, ഹോസ്റ്റൽ എങ്ങനെയായിരിക്കും, നമ്മളതിന് മുന്നേ പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ, പല ആളുകളും പറഞ്ഞു കേട്ടിട്ടുള്ള കാര്യങ്ങളേ ഉള്ളൂ. അപ്പോൾ അത് എങ്ങനെയൊക്കെ ആയിരിക്കും ഒരു ഐഡിയ ഇല്ല. അപ്പോൾ ഞാൻ ജോയിൻ ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് ഇയേഴ്സിന് വേണ്ടി മാത്രമായിട്ട് 2 ഹോസ്റ്റൽസ് ആണ് ഉണ്ടായിരുന്നത്. ഫസ്റ്റ് ഇയേഴ്സിന് മാത്രം, അതിനകത്ത് വേറെ ഒരു ഇയേഴ്സ് ഉണ്ടാവില്ല. അതുപോലെ തന്നെ റാഗിംഗ് പോലുള്ള ഇഷ്യൂസ് ഒഴിവാക്കാനും വേണ്ടിയിട്ട് നല്ല സെക്യൂർ ആയിരിക്കും, വേറെ ആർക്കും അതിനകത്ത് എൻട്രി കിട്ടില്ല. ID കാർഡ് മാത്രം കാണിച്ചു കൊടുത്തിട്ടാണ് എൻട്രി വരിക. ഫസ്റ്റ് ഇയേഴ്സിന് മാത്രം കേട്ടോ, ബാക്കി ഹോസ്റ്റൽസിലൊക്കെ ഫുൾ ഫ്രീഡം ആണ്. നിങ്ങൾക്ക് അതിന് ടൈമിങ്ങും കാര്യങ്ങളൊന്നും പ്രശ്നമില്ല. ഗേൾസിന് കുറച്ച് ടൈമിംഗ് ഇഷ്യൂസ് ഒക്കെ ഉണ്ട്, അല്ലെങ്കിൽ ടൈമിംഗ് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. പക്ഷേ ബാക്കി ബോയ്സിൻ്റെ ഹോസ്റ്റൽസിലൊന്നും അങ്ങനെ ടൈമിംഗ് ഇഷ്യൂസോ കാര്യങ്ങളോ ഒന്നുമില്ല. നിങ്ങൾക്ക് ഏത് സമയത്ത് രാത്രി 2 മണിക്കോ 3 മണിക്കൊക്കെ കയറാം ഇറങ്ങാം, ഒരു പ്രശ്നമില്ല. ഫസ്റ്റ് ഇയേഴ്സിന് ഈ റാഗിംഗ് ഇഷ്യൂ ഉള്ളതുകൊണ്ട്, അല്ലെങ്കിൽ റാഗിംഗ് മാക്സിമം റെസ്ട്രിക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു ടൈം ലിമിറ്റേഷൻസും കാര്യങ്ങളും ID കാർഡും കാര്യങ്ങളൊക്കെ വെക്കുന്നതേ ഉള്ളൂ. അപ്പോൾ അന്ന് 2 ഹോസ്റ്റൽസ് ഉണ്ടായിരുന്നു. അതിലൊരു A ഹോസ്റ്റലും അതുപോലെ തന്നെ PG1, അങ്ങനെ 2 ഹോസ്റ്റൽസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഏത് ഹോസ്റ്റൽ വേണമെങ്കിലും നമുക്ക് ചൂസ് ചെയ്യാം. നേരത്തെ അഡ്മിഷൻ എടുക്കുന്ന ആളുകൾക്ക് ഏത് ഹോസ്റ്റൽ വേണമെങ്കിലും ചൂസ് ചെയ്യാം. A ഹോസ്റ്റൽ വേണമെങ്കിൽ എടുക്കാം, PG1 വേണമെങ്കിൽ എടുക്കാം. A ഹോസ്റ്റലാണ് ഞാൻ അന്ന് ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കാരണം അന്ന് കുറച്ചും കൂടെ PG1 കുറച്ച് ബെറ്റർ A ഹോസ്റ്റൽ ആണെന്ന് ചില ആളുകൾ പറഞ്ഞു കേട്ടിട്ട് ഞാൻ A ഹോസ്റ്റൽ എടുത്തു. A ഹോസ്റ്റലിൽ ഉണ്ടായിരുന്നത് ഒരു റൂമിൽ 4 പേരാണ്. വലിയ റൂമാണ് ഉണ്ടാവുക. 4 പേർക്കും സെപ്പറേറ്റ് ബെഡും കട്ടിലും കാര്യങ്ങളും ടേബിള് ചെയറൊക്കെ 4 പേർക്കും സെപ്പറേറ്റ്, കബോർഡും കാര്യങ്ങളൊക്കെ സെപ്പറേറ്റ് ഉണ്ടാവും. അങ്ങനെ വലിയ റൂമാണ്, 4 പേരുടെ റൂം. PG1 2 പേര് റൂമിൽ എന്നുള്ള രീതിയിലാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. ഈ 4 പേരിൽ തന്നെ ഉള്ള ഒരു സ്പെഷ്യാലിറ്റി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ 4 പേരിൽ
2 പേരെ മാക്സിമം മലയാളീസ് ഉണ്ടാവുള്ളൂ. മലയാളീസ് മാക്സിമം 2 പേരെ ഉണ്ടാവുള്ളൂ. ബാക്കി 2 പേര് മറ്റേതെങ്കിലും സ്റ്റേറ്റിൽ നിന്നോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രാജ്യത്തു നിന്നുള്ള ആളുകളായിരിക്കും. അപ്പോൾ നമുക്ക് ആ ഒരു കൾച്ചറും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ മിക്സ് ആവാൻ വേണ്ടിയിട്ടും ഒരു കുറച്ചുകൂടി നല്ല ബോണ്ടിങ് ഉണ്ടാവാൻ വേണ്ടിയിട്ടുമാണ് അങ്ങനെ സിസ്റ്റം കൊണ്ടുവന്നത്. അപ്പോൾ എൻ്റെ റൂമിൽ എന്നെ കൂടാതെ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു ആശിഷ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോട്ടയത്തിൽ ഉണ്ടായിരുന്ന ഒരു മലയാളി ഉണ്ടായിരുന്നു. പിന്നീട് ഉണ്ടായിരുന്ന 2 പേരും ഹൈദരാബാദുകാർ, തെലങ്കാനക്കാരായിരുന്നു. അതായത് ഹൈദരാബാദ് തെലങ്കാനയുടെ അന്ന് ക്യാപിറ്റലാണ്. അപ്പോൾ ക്യാപിറ്റലായുള്ള ഹൈദരാബാദിൽ നിന്നുള്ള 2 പേരുണ്ടായിരുന്നത്, ഒരു ഭരതും അതുപോലെ തന്നെ ചിരഞ്ജീവിയും. പേരൊക്കെ ഭയങ്കര അടിപൊളിയാണ്, ചിരഞ്ജീവി എന്നൊക്കെ പറയുന്നത്. എനിക്കറിയില്ല ഈ വീഡിയോ ചിരഞ്ജീവി ഇപ്പോൾ കാണുന്നുണ്ടോ എന്നുള്ളത്. എനിവേ ഇങ്ങനെയുള്ള 2 ഹൈദരാബാദുകാരാണ് അന്ന് എൻ്റെ റൂംമേറ്റ്സ് ആയിട്ടുണ്ടായിരുന്നത്. ഒരാൾ സിവിലും ഒരാൾ ഇലക്ട്രോണിക്സും ആയിരുന്നു. ഞാനും ആശിഷും ഞങ്ങൾ 2 പേരും മെക്കാനിക്കൽ തന്നെയായിരുന്നു. അപ്പോൾ ഈ 4 പേരാണ് ആക്ച്വലി ഞങ്ങളുടെ ഫസ്റ്റ് ഇയേഴ്സിൽ നമ്മുടെ റൂംമേറ്റ്സ് ഒക്കെ ആയിട്ടുണ്ടായിരുന്നത്. ശരിക്കും നമുക്ക് ഭയങ്കര ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആണ്. കാരണം അതുവരെ നമ്മൾ കേരളത്തിലാണ് പഠിച്ചിട്ടുള്ളത്. നമ്മുടെ ക്ലാസ്മേറ്റ്സും നമ്മുടെ ഫ്രണ്ട്സും എല്ലാവരും മലയാളീസ് ആണ്. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ പെട്ടെന്ന് നമ്മൾ എത്തുമ്പോൾ നമുക്ക് ഫ്രണ്ട്സ് ആയിക്കൊണ്ടും റൂംമേറ്റ്സ് ആയിക്കൊണ്ടും നമുക്ക് പല നാട്ടിലുള്ള ആളുകളെ കാണാൻ പറ്റുന്നു എന്നുള്ളതും അവരുമായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ പറ്റുന്നതും അതൊക്കെ നമുക്കൊരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് തരും. നമുക്ക് കുറച്ചും കൂടെ നമ്മുടെ ലാംഗ്വേജ് ഇമ്പ്രൂവ് ചെയ്യാനും പിന്നെ നമ്മൾ നോക്കി കാണുന്ന പല കാര്യങ്ങളും അതിനേക്കാൾ അപ്പുറത്തേക്കുള്ള ഒരു വിഷൻ കിട്ടാനൊക്കെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ്. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം NITകളിലാണെങ്കിലും IITകളിലാണെങ്കിലൊക്കെ ഏറ്റവും കൂടുതലുള്ളത് ആന്ധ്രാപ്രദേശ് പോലെയുള്ള തെലങ്കാന പോലെയുള്ള സംസ്ഥാനങ്ങളിലെ സ്റ്റുഡൻസ് ആണ്. നമ്മളെപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ അവർ നേരത്തെ പ്രിപ്പറേഷൻ തുടങ്ങുന്നവരാണ്. അപ്പോൾ അവരുടെ ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ സീറ്റുകൾ ഫില്ല് ചെയ്യുന്നത് അവർ തന്നെയാണ്. എൻ്റെ റൂമിലും അതാണ് സംഭവിച്ചത്. 2 പേരും ആന്ധ്രാപ്രദേശ് തെലങ്കാനക്കാരായിരുന്നു എന്നുള്ളതാണ് സംഭവിച്ചത്. അങ്ങനെ ഫസ്റ്റ് ഇയറിലെത്തി. ഫസ്റ്റ് ഇയറിൽ ഈ ഒരു 4 ആളുകളുള്ള അല്ലെങ്കിൽ 4 പേരുടെ ഈ റൂമിലാണ് എത്തിയിട്ടുണ്ടായിരുന്നത്. പിന്നെ അതിലുണ്ടാകുന്ന മെസ്സാണ് അടുത്ത കുറേ ആളുകൾക്കുള്ള ഒരു കൺഫ്യൂഷൻ. ഹോസ്റ്റൽ എന്ന് പറയുമ്പോൾ അവിടുത്തെ ഫുഡ് എങ്ങനെയായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് 14 ഡിഫറെൻറ്റ് ഹോസ്റ്റലുകൾ ഉണ്ടെന്ന് പറഞ്ഞു. ഈ 14 ഹോസ്റ്റലുകളിലും ഓരോ ഹോസ്റ്റലുകളിലും മെസ്സുകളുണ്ട്. എന്ന് വെച്ചാൽ ടോട്ടൽ 14 മെസ്സുകൾ നിങ്ങൾക്ക് ഒരു ക്യാമ്പസിനകത്ത് അവൈലബിൾ ആണ്. മെസ്സ് എന്നുള്ള രീതിയിൽ. ഓക്കെ, ക്യാൻറ്റീനുകളായിട്ട് ഒരുപാട് ക്യാൻറ്റീനുകൾ വേറെ ഉണ്ട്. മെയിൻ ക്യാൻറ്റീൻ, മിനി ക്യാൻറ്റീൻ, അതുപോലെ തന്നെ നമുക്ക് കോഫി മാത്രം അല്ലെങ്കിൽ കോഫി ടീ മാത്രം കിട്ടുന്ന സെറ്റപ്പുകൾ, അങ്ങനെ കുറേ അത് റിഫ്രഷ്മെന്റ് കാര്യങ്ങൾ കിട്ടുന്ന വേറെ കുറേ ഫെസിലിറ്റീസ് ഉണ്ട്. പക്ഷേ ഹോസ്റ്റലിന്റെ അകത്തുള്ള മെസ്സുകൾ എന്നുള്ള രീതിയിൽ 14 മെസ്സുകളുണ്ട്. ഈ 14 മെസ്സുകളിൽ സ്പെഷ്യാലിറ്റി എന്താ വെച്ചാൽ ഓരോ മെസ്സിലും ഓരോ ടൈപ്പ് ഫുഡാണ്. ഇപ്പോൾ ഒരു മെസ്സ് സൗത്ത് ഇന്ത്യൻ വെജിറ്റേറിയൻ ആണെങ്കിൽ വേറെ മെസ്സ് സൗത്ത് ഇന്ത്യൻ നോൺ വെജിറ്റേറിയൻ ആയിരിക്കും. ചിലത് നോർത്ത് ഇന്ത്യൻ വെജിറ്റേറിയൻ ആയിരിക്കും, ചിലത് നോർത്ത് ഇന്ത്യൻ നോൺ വെജ് ആയിരിക്കും, ചിലത് ആന്ധ്രക്കാർക്ക് വേണ്ടി മാത്രം, ഇത്രയും ആന്ധ്രാപ്രദേശുകാർ വരുന്നതുകൊണ്ട് തന്നെ ആന്ധ്രക്കാർക്ക് വേണ്ടി മാത്രം ആന്ധ്ര മെസ്സ് ഉണ്ട്. അതുപോലെ തന്നെ വെജിറ്റേറിയനും നോൺ വെജും മിക്സ് ആയിട്ടുള്ള മെസ്സുകളുണ്ട്. ഇങ്ങനെ ഓരോ മെസ്സിലും ഡിഫറെന്റ് ഫുഡാണ് എന്നുള്ളതാണ്. അതിൽ ഇഷ്ടമുള്ള മെസ്സ് നമുക്ക് തിരഞ്ഞെടുക്കാം. അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. ഇപ്പോൾ ഒരു മാസം ഞാൻ സൗത്ത് ഇന്ത്യൻ വെജിറ്റേറിയൻ എടുക്കുകയാണ്, അടുത്ത മാസം എനിക്ക് വേണമെങ്കിൽ നോർത്ത് ഇന്ത്യൻ നോൺ വെജ് എടുക്കാം, അടുത്ത മാസം ആന്ധ്രാപ്രദേശിന്റെ അല്ലെങ്കിൽ ആന്ധ്ര മെസ്സ് എടുക്കാം. അങ്ങനെ നമുക്ക് ഡിഫറെന്റ് മെസ്സുകൾ ഓരോ മാസം ട്രൈ ചെയ്യാം. ഓരോ സ്ഥലത്തുള്ള മെനു ഡിഫറെന്റ് ആയിരിക്കും, അവിടുത്തെ ഫുഡ് സെർവ് ചെയ്യുന്ന സിസ്റ്റം ഡിഫറെന്റ് ആയിരിക്കും, ടേസ്റ്റ് ഡിഫറെന്റ് ആയിരിക്കും, ഒക്കെ ഡിഫറെന്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള മെസ്സുകൾ ഓരോ മാസം ട്രൈ ചെയ്ത് മാറ്റി എടുക്കാൻ പറ്റും എന്നുള്ളത് അത് വലിയൊരു ഫെസിലിറ്റി തന്നെയാണ്. പിന്നെ വേറൊരു ഗുണമുള്ള എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ 14 മെസ്സുകളിലും ഒരു രക്ഷയില്ലാത്ത ഫുഡായിരിക്കും. പലപ്പോഴും ഹോസ്റ്റൽ ഫുഡ് നമ്മൾ പറയുമ്പോൾ ഭയങ്കര മോശമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു സാമ്പാറിലൊക്കെ ഒരു കഷ്ണം കിട്ടണമെങ്കിൽ നമ്മൾ വലയായിട്ട് ഇറങ്ങണം എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ ഇവിടെ അങ്ങനെയുള്ള സിസ്റ്റമേ അല്ല. ഹൈ ക്വാളിറ്റി ഫുഡാണ്. കാരണം സിമ്പിൾ ആണ്. ഈ മെസ്സുകളിൽ 1-2 മെസ്സ് മാത്രമാണ് കോളേജ് ഡയറക്റ്റ് ആയിട്ട് നടത്തുന്ന മെസ്സുകൾ. ബാക്കി മെസ്സുകളെല്ലാം കോൺട്രാക്ട് കൊടുക്കുന്ന മെസ്സുകളാണ്. അതായത് ഔട്ട്സൈഡേഴ്സിന് കോൺട്രാക്ട് ബേസിലാണ് കൊടുക്കുക. അപ്പോൾ ഈ കോൺട്രാക്ട് കൊടുക്കുന്നതുകൊണ്ടുള്ള ഒരു സുഖം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മെസ്സിന്റെ ഫുഡ് മോശമായിട്ടുണ്ടെങ്കിൽ അടുത്ത മാസം സ്റ്റുഡൻസ് അവിടെ വരില്ല, അടുത്ത മെസ്സിലായിരിക്കും പോവുക. അപ്പൊ അവിടുത്തെ മോശമായാൽ നല്ല മെസ്സിൽ പോകും. സോ സ്വാഭാവികമായിട്ടും നല്ല ഫുഡ് കൊടുക്കുന്ന നല്ല സർവീസ് കൊടുക്കുന്ന മെസ്സിലായിരിക്കും എല്ലാ സ്റ്റുഡൻസും വരിക. അതുകൊണ്ട് തന്നെ ഇവർ തമ്മിൽ കോമ്പറ്റീഷൻ ആണ് നല്ല ബെസ്റ്റ് ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവർ പല വെറൈറ്റി ഫുഡുകൾ പരീക്ഷിക്കും. അതായത് സ്റ്റുഡൻസിനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പല ടൈപ്പ് ഫുഡ് എന്ന് വെച്ചാൽ ഓൾമോസ്റ്റ് എല്ലാ ടൈപ്പ് ഫുഡുകളും അവൈലബിൾ ആയിരുന്നു എന്നുള്ളതാണ്. മാത്രമല്ല ഇപ്പോൾ ഒരു ബ്രേക്ക്ഫാസ്റ്റ് എടുക്കുകയാണെങ്കിൽ തന്നെ ബ്രേക്ക്ഫാസ്റ്റിന് മൾട്ടിപ്പിൾ ഓപ്ഷൻസ് ഉണ്ടാവും. 1-2 ഐറ്റംസ് മാത്രമല്ല, ഒരുപാട് ഐറ്റംസ് ഉണ്ടാവും. ഇപ്പോൾ ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് പോലെയുള്ള അങ്ങനെ ഐറ്റംസ് വേണ്ടവർക്ക് അങ്ങനെ ഉണ്ടാവും. നോർമൽ സാധാരണ നമ്മൾ കഴിക്കുന്ന പോലത്തെ കേരള ബ്രേക്ക്ഫാസ്റ്റ് വേണമെങ്കിൽ അതുണ്ടാവും. അങ്ങനെ മൾട്ടിപ്പിൾ ടൈപ്പ് ഫുഡ് ബ്രേക്ക്ഫാസ്റ്റിനും ലഞ്ചിനും ഡിന്നറിനും അല്ലെങ്കിൽ ഈവനിങ് ടീക്കൊക്കെ എന്താണ് അവൈലബിൾ ആണ് എന്നുള്ളതാണ്. പിന്നെ മറ്റൊരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഫുഡ് വളരെ ചീപ്പാണ്. എന്ന് പറഞ്ഞാൽ ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് ഞാൻ ആ ഒരു സമയത്ത് ഒരു എമൗണ്ട് പറയാം. അവിടുത്തെ മെസ്സിലുണ്ടാവുന്ന ഫുഡ് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാവും, ഉച്ചയ്ക്ക് മീൽസ്, അതായത് ഉച്ചയ്ക്ക് ചില സമയത്ത് മീൽസ് ആയിരിക്കും, ചില സമയത്ത് ബിരിയാണി, നെയ്ച്ചോറ്, അങ്ങനെ പല ഐറ്റംസ് ആയിരിക്കും ഉണ്ടാവുക. പക്ഷെ നോൺ വെജ് ആണെങ്കിൽ നോൺ വെജ്, വെജിറ്റേറിയൻ ആണെങ്കിൽ വെജിറ്റേറിയൻ, ഈവനിങ് ടീ ഉണ്ടാവും, രാത്രി ഡിന്നർ ഉണ്ടാവും. ഓക്കെ, ഈ 4 പ്രാവശ്യം അതായത് 4 ടൈംസ് ആണ് ഫുഡ് ഉണ്ടാവുക. ഈ ഫുഡ് കംപ്ലീറ്റ്ലി നോൺ വെജിറ്റേറിയൻ ആണെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ഉള്ളടത്ത് വെജിറ്റേറിയൻ ആണ്, പക്ഷെ എഗ് ഉണ്ടാവും, പക്ഷെ ബാക്കിയൊക്കെ വെജിറ്റേറിയൻ ആണ്. ചിക്കൻ അങ്ങനത്തെ ഐറ്റംസ് ഒന്നും യൂഷ്വലി മോർണിംഗിൽ ഉണ്ടാവാറില്ല. പക്ഷെ ലഞ്ചിന് നമുക്ക് ഓപ്ഷൻസ് ഉണ്ടാവും, ചിക്കൻ ഉണ്ടാവും, ഫിഷ് ഉണ്ടാവും, അങ്ങനെ പല ഓപ്ഷൻസ് ഉണ്ടാവും. ഡിന്നറിനും ഇതേപോലെ തന്നെ ചിക്കൻ ഫിഷ് ഐറ്റംസ് ഓപ്ഷൻസ് ഉണ്ടാവും. പിന്നെ ഈവനിങ് ടീ സ്നാക്സ് നമുക്ക് അറിയാലോ. ഇങ്ങനെ കംപ്ലീറ്റ്ലി നോൺ വെജ് ആയിട്ടുള്ള ഒരു മെസ്സാണ് നിങ്ങൾ എടുക്കുന്നെങ്കിൽ ഒരു ദിവസത്തെ ഫുൾ ഫുഡ് കഴിക്കാൻ നിങ്ങൾക്ക് 75 rupees മുതൽ 80 rupees മാത്രം മതി എന്നുള്ള
ഒരു ദിവസത്തെ കംപ്ലീറ്റ് ഫുഡ്. നമ്മൾ ഇന്ന് ഒരു കടയിൽ പോയിട്ട് ഒരു ബിരിയാണി കഴിക്കണമെങ്കിൽ 130 മുതൽ 200 രൂപ വരെയാണ് അതിന്റെ ഒരു ബിരിയാണിക്ക്, ഒരൊറ്റ ബിരിയാണിക്ക് എന്ത് ചെയ്യുക, ചാർജ് ചെയ്യാം. പക്ഷെ ഇവിടെ എന്താണ്, നിങ്ങൾക്ക് ഫുൾ ഡേ ഫുഡിന് 75 റുപ്പീസ് മുതൽ 80 റുപ്പീസ് മാത്രം കൊടുത്താൽ മതി. മാത്രമല്ല അത് അൺലിമിറ്റഡ് ഫുഡാണ്. അൺലിമിറ്റഡ് എന്ന് പറയുമ്പോൾ ഇപ്പൊ നമുക്ക് ഒരു ഫ്രൈഡ് റൈസ് ഉള്ള ദിവസമാണെങ്കിൽ ഫ്രൈഡ് റൈസ് വലിയൊരു ചെമ്പിലാക്കിയാണ് വെക്കുക ചെയ്യുക, ബുഫേ പോലെ വെക്കുക ചെയ്യുക. നമുക്ക് എത്ര പ്രാവശ്യം വേണമെങ്കിൽ എന്ത് ചെയ്യാം, അതിന് എടുക്കാം. ചിക്കൻ പീസൊക്കെ വലിയ പീസൊക്കെ ആണെങ്കിൽ അതിന്റെ റെസ്ട്രിക്ഷൻസ് ഉണ്ടാവും കേട്ടോ. പക്ഷെ ബാക്കിയുള്ളതൊക്കെ എന്താണ്, ഇഷ്ടം പോലെ നിങ്ങൾക്ക് അൺലിമിറ്റഡ് ആയിട്ട് എന്താണ് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ അതിന് പുറമെ ഇഷ്ടംപോലെ ഐറ്റംസ് എക്സ്ട്രാ ഉണ്ടാവും. നിങ്ങൾക്ക് വേണമെങ്കിൽ എക്സ്ട്രാ ഫുഡ് വേണമെങ്കിൽ എടുത്ത് കഴിക്കാം. അതിന് സെപ്പറേറ്റ് പേയ്മെന്റ് ചെയ്താൽ മതി. പക്ഷെ അത് വേണ്ടവർക്ക് ചെയ്താൽ മതി. അതായത് ഒരുപാട് വേറെയും ഫുഡ് ഐറ്റംസ് കാര്യങ്ങൾ, സ്പെഷ്യൽ സ്വീറ്റ്സ് കാര്യങ്ങൾ, അതൊക്കെ എന്തുണ്ടാവും, എക്സ്ട്രാ ആയിട്ടുണ്ടാവും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെസ്സുകൾ എന്ന് പറയുമ്പോൾ, ഈ ഹോസ്റ്റൽ ഫുഡ് എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, എൻറ്റയർലി ഡിഫറെന്റ് ആണ്. അവിടുത്തെ വളരെ ക്വാളിറ്റി ഉള്ള നല്ല അടിപൊളി ഫുഡ് തന്നെ നമുക്ക് അവൈലബിൾ ആയിരിക്കും. ഇനി ഇതിന് പുറമെ ഹോസ്റ്റൽസിൽ തന്നെ മെസ്സ് ഉണ്ടാവുന്നത് നമ്മൾ പറഞ്ഞു. അതിന് പുറമെ ഹോസ്റ്റൽസിൽ ഒരുപാട് ആക്ടിവിറ്റീസ്, അപ്പൊ നിങ്ങൾക്ക് സ്പോർട്സ് റിലേറ്റഡ് ആയ കാര്യങ്ങൾ, ഇപ്പൊ പല ഹോസ്റ്റൽസിലും പല ടൈപ്പ് ഗ്രൗണ്ടുകൾ ഉണ്ടാവും. ചില ഹോസ്റ്റലിൽ ബാഡ്മിന്റണിന് പറ്റുന്ന ടൈപ്പ് ഒരു കോർട്ടായിരിക്കും ഉണ്ടാവുക, ചിലതിൽ ഫുട്ബോളിന് പറ്റുന്ന ടൈപ്പ് ഉണ്ടാവും. ഒട്ടുമിക്ക ഹോസ്റ്റൽസിലും ഒരു റൂം, നമുക്ക് ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസിന് വേണ്ടി റൂം ഉണ്ടാവും. നിങ്ങൾക്ക് മീറ്റിംഗ്സ് കൂടണമെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ചിരുന്ന് എന്തെങ്കിലും ഡിസ്കസ് ചെയ്യണമെങ്കിൽ, അങ്ങനെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു സെപ്പറേറ്റ് റൂം ഉണ്ടാവും. ആ റൂമിന്റെ അകത്ത് നിങ്ങൾക്ക് ഒട്ടുമിക്ക ഹോസ്റ്റൽസിലും ടേബിൾ ടെന്നീസ് ഉണ്ടാവും, TV ഉണ്ടാവും, ക്യാരംസ് കളിക്കാനുള്ള ക്യാരം ബോർഡ് ഉണ്ടാവും, ഇങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ടാവും. പിന്നെ TV വെക്കുന്നതൊക്കെ എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ TV ആണ് ഉണ്ടാവുക. മാച്ചസ് നടക്കുമ്പോൾ, എസ്പെഷ്യലി ക്രിക്കറ്റ് മാച്ച് ഒക്കെ നടക്കുമ്പോൾ, നിങ്ങൾക്കറിയാം നോർത്തിലോട്ട് പോകുന്ന സമയത്ത് ക്രിക്കറ്റ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ആളുകൾക്ക് ഭയങ്കര ഹരമാണ്. അപ്പോൾ ക്രിക്കറ്റ് മാച്ച് നടക്കുന്ന സമയത്ത് ഹോസ്റ്റലിലെ ഫുൾ ആളുകൾ അവിടെ ആയിരിക്കും. എല്ലാവരും ഫുൾ ആകെ ബഹളവും കാര്യങ്ങളും ആർപ്പുവിളികളൊക്കെ ആയിട്ട് ഫുൾ എൻജോയ്മെന്റ് ആയിരിക്കും. ഫുട്ബോൾ നടക്കുമ്പോൾ ഒക്കെ ഫുൾ അവിടെ ആളുകളായിരിക്കും. അപ്പൊ അതിലുള്ള ഫെസിലിറ്റീസ് ഉണ്ടായിരിക്കും. പിന്നെ ഇപ്പൊ പല ഹോസ്റ്റലുകളിലും നമുക്ക് എക്സസൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇൻസ്ട്രുമെന്റ്സ് വന്നിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ സ്പോർട്സ് റിലേറ്റഡ് ഉള്ള പല കോർട്ടുകൾ പല ഹോസ്റ്റലുകളായിട്ട് വരുന്നുണ്ട്. അപ്പൊ ഇത്തരത്തിൽ ഒരു ഹോസ്റ്റലിന്റെ അകത്ത് തന്നെ നമുക്ക് വേണ്ട എല്ലാ ഫെസിലിറ്റീസും, സ്റ്റുഡൻസിന് വേണ്ട എല്ലാ ഫെസിലിറ്റീസും ഉണ്ടാവും. പിന്നെ വൈഫൈ ആണ്, നിങ്ങൾക്ക് നിങ്ങളുടെ റൂമുകളിലോട്ട് വൈഫൈ കിട്ടും. അത് അൺലിമിറ്റഡ് ആയിട്ടുള്ള വൈഫൈ അവൈലബിൾ ആണ്. ഹോസ്റ്റൽസിൽ നിങ്ങൾക്ക് മൊബൈൽ ഫോൺസും ലാപ്ടോപ്സും കാര്യങ്ങളൊക്കെ വിതൗട്ട് എനി റെസ്ട്രിക്ഷൻ നിങ്ങൾക്ക് യൂസ് ചെയ്യാം എന്നുള്ളതാണ്. ആരും ഹോസ്റ്റൽസിൽ കയറുമ്പോൾ ഫോൺ വാങ്ങി വെക്കേ ഒന്നും ചോദിക്കില്ല. നിങ്ങൾക്ക് അറ്റ് എനി ടൈം എവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഫോണുകൾ യൂസ് ചെയ്യാം. കാരണം നിങ്ങൾ എല്ലാവരും മെച്ചുവർ ആയിട്ടുള്ള JEE പോലുള്ള വലിയ കോമ്പറ്റീവ് എക്സാമുകൾ എഴുതിയിട്ടാണ് അവിടെ എത്തുന്നത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും മെച്ചുവർ ആയിട്ടുള്ള ആളുകളാണ്. നിങ്ങളെ കൺട്രോൾ ചെയ്യാനൊന്നും ആരും ഉണ്ടായിരിക്കില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബോയ്സിനും കാര്യങ്ങൾക്കൊന്നും ഇവർക്കൊന്നും ഹോസ്റ്റലിൽ ടൈമൊന്നും റെസ്ട്രിക്ഷൻ ഉള്ള പ്രശ്നമില്ല. ക്യാമ്പസിൽ എനി ടൈം നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാം, ക്യാമ്പസിന്റെ ഉള്ളിൽ ഇറങ്ങി നടക്കാം. കാരണം ഈ ഹോസ്റ്റൽസ് എല്ലാം ക്യാമ്പസിന്റെ അകത്ത് തന്നെയാണെന്നുള്ളതാണ്. ഏകദേശം ഞാൻ പഠിക്കുന്ന സമയത്ത് ഒരു 300 ഏക്കർ 300 ഏക്കേഴ്സ് ആണ് ക്യാമ്പസിന്റെ വലുപ്പം. ഇപ്പൊ എനിക്കൊന്നും അത് അതിനേക്കാളൊക്കെ എത്രയോ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് ലാൻഡ് അക്വിസിഷൻ കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. സോ എത്രയോ ഇൻക്രീസ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ക്യാമ്പസിന്റെ അകത്ത് എവിടെ വേണമെങ്കിലും ഫ്രീ ആയിട്ട് നടക്കാം. അതുപോലെ തന്നെ കമ്പ്യൂട്ടർ സെന്ററുകൾ ഉണ്ടാവും. കമ്പ്യൂട്ടർ സെന്ററുകൾ 24 ഹവേഴ്സും വർക്കിംഗ് ആയിട്ടുള്ള കമ്പ്യൂട്ടർ സെന്ററുകൾ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ആ കമ്പ്യൂട്ടർ സെന്ററുകൾ, അതായത് ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള വൈഫൈനേക്കാളും സ്പീഡ് ആയിട്ടുള്ള വൈഫൈ, അതായത് ഒരു സിനിമയൊക്കെ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഡൗൺലോഡ് ചെയ്ത് നമുക്ക് കാണാൻ പറ്റും. അത്രയും സ്പീഡിലുള്ള നെറ്റൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കമ്പ്യൂട്ടർ സെന്ററുകൾ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. എക്സാം ടൈം ഒക്കെ ആകുമ്പോൾ സ്റ്റഡി റൂമുകൾ 24 ഹവേഴ്സ് ഓപ്പൺ ചെയ്ത് തരും. നിങ്ങൾക്ക് സ്റ്റഡി റൂമുകൾ എപ്പോൾ വേണമെങ്കിൽ യൂസ് ചെയ്യാം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്യാമ്പസിന്റെ അകത്ത് നിങ്ങൾക്ക് ഏത് സമയത്ത് നടക്കാം എന്നുള്ളതാണ്. ഇപ്പൊ ഞങ്ങളൊക്കെ ഒരുപാട് ക്ലബ്ബുകളുടെ മെമ്പേഴ്സ് ആയിരുന്നു. ക്ലബ്ബുകൾ മെമ്പേഴ്സ് പറയുമ്പോൾ ഞാനൊരു റേസിംഗ് ക്ലബ്ബിൽ മെമ്പർ ആയിരുന്നു. അപ്പോൾ ആ റേസിംഗിന് വേണ്ടിയുള്ള കാർ നമ്മൾ മാനുഫാക്ചർ ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യുന്നൊക്കെ രാത്രികളിലാണ്. പകൽ നമുക്ക് ക്ലാസ് ഉള്ളതുകൊണ്ട് രാത്രികളാണ് ചെയ്യുക. അപ്പോൾ രാത്രി 2 മണിക്ക് 3 മണിക്ക് 4 മണിക്കൊക്കെ നമ്മൾ ക്യാമ്പസിൽ ആക്റ്റീവായിട്ട് നടക്കുകയാണ്. അപ്പോൾ അതൊക്കെ എന്താണ്, അതിനൊരു പ്രശ്നം ഉണ്ടായിരിക്കില്ല. നിങ്ങൾക്ക് ഈസി ആയിട്ട് ക്യാമ്പസിലെ എല്ലാ കാര്യങ്ങളും അക്സസ് ചെയ്യാൻ പറ്റും. എന്ന് വെച്ചാൽ ഒരു കംപ്ലീറ്റ്ലി ഫ്രീഡം ആണ്. ഞാൻ എപ്പോഴും നമ്മൾ പറയാറുള്ള പോലെ തന്നെ ഒരു പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ആ ക്യാമ്പസിനകത്തോട്ട് കയറിയാൽ എൻ്റയർലി ഡിഫറെന്റ് വേൾഡ് ആണ്. അപ്പോൾ അതിൻ്റെ ഒരു പാർട്ടാണ്, അതിൽ ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള പാർട്ടാണ് ഹോസ്റ്റൽസ് എന്ന് പറയുന്നത്. പിന്നെ നിങ്ങൾക്ക് ഓരോ ഹോസ്റ്റൽസിനും അതിന്റെ വാർഡന്മാരും ഫാക്കൽറ്റീസ് ആയിട്ടുള്ള വാർഡന്മാരുണ്ടാവും. അല്ലാതെ അവിടുത്തെ സ്റ്റാഫ് ആയിട്ടുള്ള ആളുകൾ ഉണ്ടാവും കാര്യങ്ങൾ കൺട്രോൾ ചെയ്യാൻ. ഡെയിലി ക്ലീനിങ് നടക്കും. അതൊന്നും നിങ്ങൾ ക്ലീൻ ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ റൂം ക്ലീൻ ചെയ്യണം, അതാരും ക്ലീൻ ചെയ്ത് തരില്ല. പക്ഷേ ബാക്കി നിങ്ങളുടെ വരാന്തകൾ, അവിടുത്തെ ബാത്റൂം ഫെസിലിറ്റീസ് എല്ലാം ഡെയിലി ബേസ് ക്ലീൻ ചെയ്യാൻ സ്റ്റാഫ് ഉണ്ടായിരിക്കും. അങ്ങനെ വളരെ വെൽ മെയിൻറ്റൈൻഡ് ആയിരിക്കും. അവിടുത്തെ ഗാർഡൻസ് കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ ആളുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ അതൊക്കെ ഇതിൻ്റെ ഒരു ഫെസിലിറ്റി ആയിട്ട് നമുക്ക് വരിക. പിന്നെ മാത്രമല്ല ഹോസ്റ്റൽ ചാർജ് വളരെ, ഞാൻ പഠിക്കുന്ന സമയത്ത് ലെസ് ദാൻ 1000 റുപ്പീസ് ഒക്കെ ആയിരുന്നു ഒരു മാസത്തെ ഹോസ്റ്റൽ ചാർജ് എന്ന് പറഞ്ഞാൽ. അത് തന്നെ പല സ്കോളർഷിപ്പുള്ള ആളുകളുണ്ട്, പല കാറ്റഗറിയിലുള്ള ആളുകൾക്ക് പല സ്കോളർഷിപ്പ് കിട്ടുന്നവരുണ്ട്. ഈവൻ 1 രൂപ പോലും ഫുഡിന് പോലും, മെസ്സിന് പോലും 1 രൂപ പോലും കൊടുക്കാതെ പഠിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ സ്കോളർഷിപ്പ് കിട്ടുന്ന ആളുകളുണ്ട്. അങ്ങനെയുള്ള ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞത് ജസ്റ്റ് ആ ഒരു ഹോസ്റ്റൽ കാര്യങ്ങൾ മാത്രമാണ്. പിന്നെ ഞാൻ ഫസ്റ്റ് ഇയർ ആയപ്പോൾ ഈ 4 ആളുകളുള്ള ഒരു ഹോസ്റ്റലായിരുന്നു. സെക്കൻഡ് ഇയർ ആവുന്ന സമയത്ത് പിന്നെ നമുക്ക് ചൂസ് ചെയ്യാം, നമ്മുടെ റൂംമേറ്റ്സ് ആയിട്ട് ആര് വേണമെന്ന് ചൂസ് ചെയ്യാം. അങ്ങനെ സെക്കൻഡ് ഇയർ ആയപ്പോഴേക്കും നമുക്ക് അങ്ങനെ ചൂസ് ചെയ്ത് ഞങ്ങൾ 4 പേര്, ഞങ്ങൾ അതേ ബാച്ചിലുള്ള ഞങ്ങൾ ഫ്രണ്ട്സ് ആയിട്ട് 4 പേര് റൂമിൽ
ചെയ്തു. തേർഡ് ഇയറിലും അതെ, ഞങ്ങൾ 4 പേര് തന്നെ റൂംമേറ്റ്സ് ആയിരുന്നു. ഫോർത്ത് ഇയർ ആകുമ്പോൾ എല്ലാവർക്കും സിംഗിൾ റൂം ആയിരിക്കും. ഞാൻ പഠിക്കുന്ന സമയത്ത് കേട്ടോ, ഇപ്പോൾ ഇനി അത് ഡിഫറൻറ്റ് ആയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഫോർത്ത് ഇയർ എല്ലാവർക്കും സിംഗിൾ റൂം ആയിരിക്കും, നിങ്ങൾക്ക് മാത്രമായിട്ട് റൂം തരും. കാരണം ഫോർത്ത് ഇയർ ആകുമ്പോൾ കുറച്ചും കൂടെ ഒക്കെ നമുക്ക് നമ്മുടെ പ്ലേസ്മെന്റും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ചും കൂടെ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടതുകൊണ്ട് തന്നെ ഫോർത്ത് ഇയറിൽ കുറച്ചും കൂടെ എല്ലാവർക്കും ഇൻഡിവിജ്വൽ റൂമുകൾ തരും. അങ്ങനെ ഇതിപ്പോൾ ചിലപ്പോൾ ചെറിയ ഡിഫറൻസുകൾ വന്നിട്ടുണ്ടാവാം. ഞാൻ പഠിച്ചിറങ്ങിയിട്ട് ഇപ്പോൾ കുറച്ച് വർഷങ്ങളായല്ലോ, 2020 ഞാൻ പാസ് ഔട്ട് ആയത്. അപ്പോൾ ചെറിയ ഡിഫറൻസുകൾ വന്നിട്ടുണ്ടാവാം. എനിവേ ഇത്രയും കിടലനാണ് ഹോസ്റ്റൽസ്. ഇത് നിങ്ങൾ NITകളായാലും IITകളായാലും ഒക്കെ ഇതുപോലെ തന്നെയാണ്, വളരെ അടിപൊളി ഹോസ്റ്റൽ ഫെസിലിറ്റീസ് ഉണ്ടാവും. ഇത്രയാണ് എനിക്ക് ഹോസ്റ്റൽസിനെ കുറിച്ച് ഓൾ ഓവർ ഐഡിയ പറയാനുള്ളത്. ഇതുപോലെ നിങ്ങൾക്ക് ഇനി വേറെ ഏതെങ്കിലും കാര്യങ്ങളെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ, അവിടുത്തെ പ്ലേസ്മെന്റ് കാര്യങ്ങളോ അല്ലെങ്കിൽ അക്കാഡമിക് സ്ട്രക്ചർ, അല്ലെങ്കിൽ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ്, ഞാൻ നേരത്തെ പറഞ്ഞു ഞാൻ ഒരു റേസിംഗ് ക്ലബ്ബിൽ മെമ്പർ ആയിരുന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അങ്ങനെയുള്ള ആക്ടിവിറ്റീസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യാം. ഇത് മുന്നേ ഉള്ള വീഡിയോ കാണാത്ത ആളുകളുണ്ടെങ്കിൽ അവർക്ക് ജസ്റ്റ് ഇതിന്റെ ഒരു ഐ ബട്ടണോ ഡിസ്ക്രിപ്ഷനിലൊക്കെ ആയിട്ട് അതിന്റെ ലിങ്ക് കൊടുക്കാം, നിങ്ങൾക്ക് ആ വീഡിയോ കാണാം. അതിലൊരു ഓൾ ഓവർ ഐഡിയ പറയുന്നുണ്ട്. ഓക്കെ, സോ ഇനി നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുള്ള കാര്യങ്ങൾ ഈ വീഡിയോയുടെ കമന്റ് ബോക്സിൽ പറയാം. നമ്മൾ ടൈം അവൈലബിലിറ്റി അനുസരിച്ചിട്ട് വീഡിയോസ് ചെയ്യുന്നതാണ്. ഓക്കെ, താങ്ക് യു.